ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരികയും ഹൈക്കമാൻഡ് നേതാക്കളുടെ തിരക്കുകൾ അവസാനിക്കുകയും ചെയ്തതോടെ KPCC അധ്യക്ഷനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി. വിദേശത്തുള്ള സോണിയാഗാന്ധി വ്യാഴാഴ്ച ഡൽഹിയിൽ മടങ്ങിയെത്തും. ഇതിനുശേഷം അധ്യക്ഷനെ പ്രഖ്യാപിക്കും. KV തോമസ്, കൊടിക്കുന്നിൽ സുരേഷ്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്നിവരാണ് ഹൈക്കമാൻഡ് പരിഗണനാ പട്ടികയിലുള്ള പ്രമുഖർ. ജാതി മത സമവാക്യങ്ങളും AI ഗ്രൂപ്പുകളുടെ മനസ്സറിഞ്ഞുമുള്ള തീരുമാനമായിരിക്കും ഹൈക്കമാൻഡ് എടുക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് പ്രതീക്ഷയുള്ള സംസ്ഥാനമാണ് കേരളം. ഈ സാഹചര്യത്തിൽ ജനപിന്തുണയും മികച്ച പ്രതിച്ഛായയും ഹൈക്കമാൻഡ് മാനദണ്ഡമാക്കും. PAC ചെയർമാനായി മല്ലികാർജ്ജുൻ ഖാർഗെ എത്തുന്നതോടെ KV തോമസിന് പദവിയില്ലാതാകും. ന്യൂനപക്ഷ സമുദായാംഗമെന്ന നിലയിൽ KV തോമസിന് നറുക്കുവീണേക്കും. ഈഴവ പ്രാതിനിധ്യമാണ് മാനദണ്ഡമെങ്കിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോ VD സതീശനോ അധ്യക്ഷനാകും. മുല്ലപ്പള്ളിക്ക് AK ആന്റണിയുടെ പിന്തുണ ലഭിച്ചേക്കും. കൊടിക്കുന്നിൽ സുരേഷാണ് പരിഗണനയിലുള്ള മറ്റൊരു നേതാവ്. ഒരു കാലത്ത് കോൺഗ്രസ് വോട്ട് ബാങ്കായിരുന്ന ദളിതുകളിപ്പോൾ BJPയിലേക്കും ഇടതു പാർട്ടികളിലേക്കും ചേക്കേറി കഴിഞ്ഞു. ദളിതുടെ വിശ്വാസം ആർജിക്കാൻ കൊടിക്കുന്നിലിന്റെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലും നേതൃത്വത്തിനുണ്ട്. ഡൽഹിയിലെ ദീർഘകാല പ്രവർത്തന പരിചയം കൊടിക്കുന്നിലിന് തുണയായേക്കും. K മുരളീധരനും ദേശീയ നേതൃത്വവുമായി മികച്ച ബന്ധമുള്ള PT തോമസിന്റെയും പേരും ഹൈക്കമാൻഡ് പരിഗണിക്കുന്നു. രാജേഷ് കോയിക്കൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.